നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്റെ കന്നുകാലികൾക്ക് സ്വന്തമായി തയ്യാറാക്കിയ ഫെൻസിംഗിലൂടെ സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് കേളകം വെണ്ടയ്ക്കഞ്ചാൽ സ്വദേശിയായ പീഡിയക്കൽ ഷാരി എന്ന ക്ഷീരകർഷകൻ. കടുവയും പുലിയും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്ന സംഭവം തുടർക്കഥയായതോടെയാണ് ഷാരി വന്യമൃഗങ്ങളിൽ നിന്നും കന്നുകാലികളെ രക്ഷിക്കുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിച്ചത്. 12 വർഷമായി പശുക്കളെ വളർത്തുന്ന ഷാരിക്ക് 25 സെന്റ് സ്ഥലത്തിൽ 9 പശുക്കളും 2 കിടാക്കളുമാണുള്ളത്. പശുഫാമിന് ചുറ്റുമായി സ്ഥാപിച്ചിട്ടുള്ള ഈ വൈദ്യുതി വേലിയിലേക്ക് ബാറ്ററി ഉപയോഗിച്ചാണ് വൈദ്യുതി കടത്തിവിടുന്നത്. രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 മണി വരെയാണ് വൈദ്യുതി കടത്തിവിടുക. ലോൺ എടുത്ത് പശുക്കളെ വാങ്ങി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഷാരിക്ക് തന്റെ കന്നുകാലികളെ വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ ഉപജീവന മാർഗം മുട്ടുന്നതിനാലാണ് ഫെൻസിംഗ് എന്നൊരു പരീക്ഷണത്തിന് ഈ ക്ഷീരകർഷകൻ തയ്യാറായത്. ചേട്ടനാണ് ഇവിടെ ഫാം നടത്തുന്നത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ സ്ഥിരമുണ്ട്, മിക്കവാറും വർഷങ്ങളായിട്ട് ഇപ്പൊ സ്ഥിരമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഫെൻസിംഗ് ഇവിടെ സ്ഥാപിച്ചത്. അതെ, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇവിടെ അടുത്ത വീടുകളിലെല്ലാം വന്ന് പട്ടികളെയൊക്കെ പിടിക്കുന്നതാണ്. അപ്പം കൂട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് ഒന്നിനെ പിടിച്ചുകൊണ്ട് പോവല്ലേ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പം കൂടുതലെണ്ണത്തിന് കൊല്ലാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നോക്കുമ്പം ഇതാണ് സൗകര്യമെന്ന് തോന്നി, അങ്ങനെ ചെയ്തു. അത് ആദ്യം ഞങ്ങളൊരു ക്യാമറ വെക്കാനാണ് ഇവിടെ തീരുമാനിച്ചത്, ഫെൻസിങ്ങിന് പകരം. അപ്പോൾ ക്യാമറ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല. ഇത് എന്തെങ്കിലും വന്നോ പിടിക്കുകയോ വല്ലതും ചെയ്താൽ അത് കാണാമെന്നല്ലാണ്ട് മറ്റ് ഗുണങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. ഈ ഫെൻസിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുക. ഈ പ്രദേശത്തു നിന്നും വെറും 4 കിലോമീറ്റർ മാത്രം അകലെയാണ് വനാതിർത്തിയുള്ളത്. ഈ വനാതിർത്തികളിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനുള്ള യാതൊരു നടപടികളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനാലാണ് ഷാരിക്ക് തന്റെ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനായി സ്വയം ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടി വന്നത്. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.